ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് സൺഡേ വീണ്ടും ഒരു ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോയുടെ എനിക്കിന്ന് കുറേ എൻക്വയറി വന്നൊരു സംഭവമാണ്. വള 2.2 സൈസ് വള കാണിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു മെലിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു സംഭവമായിരിക്കും കറക്റ്റ് സൈസിലുള്ള വള കിട്ടുക എന്നുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ ആക്ച്വലി 2.2 സൈസിൽ ഇഷ്ടം പോലെ വളകളുണ്ടെങ്കിലും നമുക്കത് അങ്ങോട്ട് പുറത്തോട്ട് അങ്ങനെ കാര്യമായിട്ട് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് തന്നെ ഇപ്പോൾ ഈ ബോക്സ് എടുത്തപ്പോഴാണ് 2.2 സൈസ് വള ഇത്രയും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം ഞാൻ ഓർത്തു വേഗം ഇന്ന് തന്നെ ഇടാം. ഇന്നിപ്പോൾ സൺഡേ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അപ്പം നിങ്ങളുടെ കൈ കുഞ്ഞ് കൈകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വളകൾ കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പം നമ്മൾ വേഗം ഞാൻ ആ ഓർണമെൻറ്റ്സ് കാണിക്കാം. അധികം വർത്താനം പറഞ്ഞ് ഞാൻ കൊല്ലണില്ല നിങ്ങളെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ബാംഗിൾസ് കാണിക്കാം കേട്ടോ. ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ട് ഗോൾഡിൻ്റെ ഇതാണ് കേട്ടോ. നല്ല ഒരു ഫിനിഷിങ്ങിൽ വരുന്നതാണ്. 2.2 സൈസാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് 2.8 വരെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ്. പിന്നെ 2.2-ൽ വരുന്നൊരു വളയാണ്, ബ്ലാക്ക് തന്നെ. ചിലർക്ക് ഒരുപാട് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ മുത്തുകൾ പോയിട്ട് ഇങ്ങനെ ഗോൾഡ് അതിൻ്റെ സൈഡിൽ കൂടെ പോയേക്കാണ്. നല്ല പൊലിമ തോന്നുന്ന ഒരു വളയാണ്. ഒരു 2 പവനൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വളയാണ് കേട്ടോ. ഇതും ഒരു 5 ജോഡിയോളം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വേഗം ഓർഡർ ചെയ്താൽ വേഗം സ്വന്തമാക്കാം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വളയാണ് കേട്ടോ. ഒരു തടവള പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതും ഒരു 2.8 സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ. നല്ലൊരു വളയാണ്, നല്ല വീതിയിൽ ഉള്ള വള. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. എനിവേ നല്ലൊരു സാരിയുടെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ, അല്ലെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയൊരു വളയാണ് കേട്ടോ ഇത്. അടുത്തത് വരുന്നതും അത് ആ ഒരു വീതിയിലുള്ളതാണ്, പക്ഷെ പാറ്റേൺ ഡിഫറൻസ് ആണ്. അല്ല, ഡിസൈന് ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല വളയാണ്. കുഞ്ഞി കൈയുള്ളവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇത്രയ്ക്കും കുഞ്ഞി കൈയുള്ളവരുണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായത്. കുറേ റിക്വസ്റ്റ് വന്നു 2.2 സൈസ് അങ്ങോട്ട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് തുടങ്ങിയിട്ട് പോയിട്ടുള്ള വള സെറ്റിലുള്ളൊരു വളയാണ് കേട്ടോ അത്. ഇത് ശരിക്കും നിങ്ങൾ ഇതിൻ്റെ കമ്പികളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ തന്നെ സെയിം. ഇപ്പോൾ ഇത്രയും വീതിക്ക് എന്ന് വെച്ചാൽ കുറേ വീതിയൊന്നും ഇല്ല കേട്ടോ. ഇത്രയും വീതിക്ക് വേണ്ട, എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ഇഴയും കൂടെ കുറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ. നല്ല ഫിനിഷിംഗ് ആണ്. ഗോൾഡ് ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഞാൻ മുമ്പേ കാണിച്ചത് തന്നെ കണ്ടോ, ഇഴകൾ കുറവുള്ള ഒരു വളയാണ്. ഇതും സെയിം പാറ്റേൺ ആണ് കേട്ടോ. ആ കമ്പിയിലുള്ള വ്യത്യാസമാണ്. സാരിയുടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ്, ടീച്ചേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കും. നല്ല അടിപൊളിയായിട്ട് പോകാം കേട്ടോ. നല്ലൊരു ഫിനിഷിങ്ങിൽ വരുന്നൊരു വളയാണ്. അപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഇവൻ എന്താണോ ഒറ്റയാനായിട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2.2-ൽ അത്ര അപ്ഡേറ്റഡ് അല്ലായിരുന്നു. എന്നോട് അങ്ങനെ ആരും 2.2-ൽ ചോദിക്കുക. ഈ റീസെൻ്റ്ലി ആണ് ഈ ആഴ്ച 2-3 പേര് എന്നോട് ചോദിച്ചത്. അപ്പോൾ പിന്നെ അത് കാണിക്കാതിരിക്കുന്ന മോശമല്ലേ. ഇതും ഒരു ബിഗ് വള എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് പക്ഷേ ഇച്ചിരി പൊലിമയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വളയാണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാണും. ഇങ്ങനൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. ഡെയിലി യൂസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇടാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതുപോലെ തന്നെ തടവളയിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ. പണ്ടത്തെ ഗോൾഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വളയാണ്. ഇതും 2.8 സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 2.10 വരുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരിക. എന്നാലും 2.8 വരെ സുഖമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പണികളൊക്കെ കഴിഞ്ഞ്, സൺഡേ അറിയാലോ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നേ എനിക്ക് ഇതും ചെയ്യാൻ പറ്റുള്ളൂ, പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട്. നോക്കിക്കേ ഈ വള, എന്ത് എലഗൻ്റ് ആയിട്ടുള്ളൊരു വളയാന്ന് നോക്കി. ഗോൾഡ്, ഞാൻ പറഞ്ഞില്ല, ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ തോന്നില്ല. ഇന്നത്തെ ഈ വിലയ്ക്കും നമുക്കതൊന്നും എല്ലാവർക്കും അങ്ങനെ പോസിബിൾ ആവില്ലെന്നേ. കണ്ടോ,
നല്ല ഡെയിലി യൂസിന് പറ്റുന്നൊരു വളയാണ്. ഇത് ശരിക്കും വെയ്റ്റ്ലെസ് ആണ്, പക്ഷെ കാണുമ്പോൾ നല്ലൊരു പൊലിമയും നല്ലൊരു ഉറപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതും ഒരു സെറ്റ് ഓഫ് ബാംഗിൾസ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും പോയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം ഇടുന്നത് കൂട്ടുള്ള ഒരു വളയാണ് കേട്ടോ. ഇത് നല്ല വൈറ്റ് സ്റ്റോണിലുള്ള വളയാണ്. ഇത് 2 ഇഴയാണ്. ഇതിൻ്റെ തന്നെ സിംഗിൾ ഇഴ വരുന്നതുണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സിംഗിൾ ഇതിൽ സ്റ്റോൺ വന്നിട്ടുള്ള വള. സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ വെച്ച് തരാം കേട്ടോ. അതായിരിക്കും എനിക്ക് ഒന്നും കൂടെ ഈസി. കണ്ടോ, ഇത് നമ്മൾ ശരിക്കും ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു വളയാണ്, ആനവള എന്ന് പറയുന്നത്. ഇതുണ്ട്, 2 ആനകളുടെ തുമ്പിക്ക് ഇങ്ങനെ കൂട്ടി മുട്ടുന്ന ഒരു പിരിയൻ വളയാണ് കേട്ടോ. ഇത് എല്ലാ സൈസിലും 2.8 വരെ നമ്മുടെ കയ്യിൽ 2.10 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അത്ര ഉറപ്പില്ല. എന്തായാലും 2.8 വരെ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ വരുന്ന വളയാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ പോയനൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിൽ വരുന്ന വളയാണ്. എന്നെപ്പോലെ സ്റ്റോൺ വെച്ച വളകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ വളകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതും നമ്മുടെ കയ്യിൽ 2.8 2.10 വരെ അവൈലബിൾ ആണ്. 2.2കാർ മാത്രം വിഷമിക്കേണ്ട, എല്ലാവർക്കും ഉള്ളത് ഉണ്ട് കേട്ടോ. എന്നാലും ഇന്ന് 2.2കാർക്ക് വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ. ഇതും അതുപോലെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു വളയാണ്, കമ്പി വള. മമ്മി സ്ഥിരം ഇടുന്ന ഒരു വളയാണ് കേട്ടോ. അതുകൊണ്ടോ നമ്മളിപ്പോൾ 1 പവൻ 1.5 പവനിലൊക്കെ ഗോൾഡിൻ്റെ വാങ്ങിക്കില്ല, അതിൻ്റെ തന്നെ നമ്മുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. ഇത് എപ്പോഴും ഉള്ള ഒരു ഇതാണ്. ഇത് 2.10 വരെ 2.8 വരെ എന്തായാലും ഉറപ്പുണ്ട്. 2.10 വരെ അവൈലബിൾ ആയിരിക്കും ഇത്. ഈ വള ശരിക്കും കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാർക്ക് നൊസ്റ്റടിക്കും കേട്ടോ. പണ്ടത്തെ അങ്ങനെ അധികം പാറ്റേണുകളൊന്നും ഇല്ലല്ലോ. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ 1 പവൻ്റെ 10 വള കയ്യിലിടുക എന്നൊക്കെ. സ്വർണ്ണത്തിന് വിലയും ഇല്ലല്ലോ. അങ്ങനെ ദേ കണ്ടോ, അവർക്ക് ഇത് കണ്ട ഉറപ്പായിട്ടും നൊസ്റ്റടിക്കും ഇങ്ങനത്തെ ഒരു വള കണ്ട. ഇതൊക്കെ ജോഡിയായിട്ട് 5 ജോഡിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. കയ്യിൽ ഇങ്ങനെ നിറച്ചിട്ടുന്നവർ, ഇപ്പം ഇടാൻ പറ്റാതെ ആകുമ്പോൾ വാങ്ങിച്ചിടുന്നവരും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ലതല്ലേ? ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ടൈപ്പ് വളകളാണ്, പക്ഷേ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സ്റ്റിൽ. ഇതും നമ്മുടെ പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനൊരു പാറ്റേണിലാണ് ഇത് പേര്. പൈപ്പ് മോഡലാണ്. പൈപ്പല്ല, അകത്തൊരു കുണ്ടുണ്ട്, എന്നാലും അത് അത്ര വലിയ പ്രശ്നമുള്ള കുണ്ടല്ല. കണ്ടോ, ഇതും പണ്ടത്തെ മോഡൽ വളയാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ 2.2 സൈസിലുള്ള വളകളാണ്. സൈസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വെരി നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യും. ഇല്ലെങ്കിൽ 2-3 ദിവസം പ്ലേറ്റിങ്ങിൻ്റെ സമയം എടുക്കും കേട്ടോ. കണ്ടോ, നല്ല പൊലിമ തോന്നിക്കണ ഒരു വളയാണ്. പറഞ്ഞ പോലെ അമ്മച്ചിമാർക്കൊക്കെ കാണുമ്പോൾ നൊസ്റ്റടിക്കും കേട്ടോ. ഇതും അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും ഞാൻ സെല് ചെയ്തിട്ടൊരു വളയാണ്. ഇത് 2.8 വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ 4 എണ്ണം ഒരുമിച്ചെടുത്തു ഈ വള. കണ്ടോ, എപ്പോഴും മൂവ് ആവണ ഒരു വളയാണ്. 2.8 സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അത്രയും വീതിക്ക് വേണ്ട, സിമ്പിളായിട്ടൊരു ബ്ലാക്കിൽ റൂബി വരുന്ന വള വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പോഴും കുറേ പേര് കരിമണിമാല, മംഗൽസൂത്ര അങ്ങനെയൊക്കെ ഇടുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് വള. ഇങ്ങനെയൊരു ഇതിലാണ് കേട്ടോ വരുന്നത്. എന്താണോ സൂം ഔട്ടായി പോകണു. കണ്ട, അഥവാ നിങ്ങൾക്കിപ്പോൾ ഗോൾഡും ബ്ലാക്കും റൂബിയൊക്കെ ഒരുപോലെ എല്ലാം ഈവനായിട്ട് വേണമെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് പറ്റിയ വള ഇതാണ് കേട്ടോ. ഇതൊക്കെ 2-3 എണ്ണം കയ്യിലിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതും ഈ പറയുന്ന പോലെ നല്ല അഫോർഡബിൾ റേറ്റിലുള്ളൊരു വളയാണ്. ഇപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റോൺ വെച്ച വളകൾ കണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് സ്റ്റോൺ വെച്ച വളകളാണ്. ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. 2.2-ൽ ഇപ്പം ഒരേ ഒരു ജോഡി ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. നല്ലതല്ലേ? ഇത് നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ പൊള്ളവളകൾ വാങ്ങിക്കല്ലേ, അത് കൂട്ട് വരുന്ന വളയാണ് കേട്ടോ. അത് കാണുമ്പോൾ നല്ല വീതി ഉണ്ടെങ്കിലും അകത്ത് പൊള്ളയാണോ. നമ്മൾ
കല്യാണങ്ങൾക്കാണ് കൂടുതലും പൊള്ളവളകൾ ഇടുക അല്ലേ, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വള. കൈ നിറച്ചിടാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു വളയാണ്. അതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളയാണേ. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കുറേ കണ്ടു കാണും ഞങ്ങളുടെ പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിലും വീഡിയോയിലും ഒക്കെ ആയിട്ട്. ഇതും 2.2 അവൈലബിൾ ആണ്. അതായത് 2.10 വരെ ഈ ഒരു വള അവൈലബിൾ ആണ് കേട്ടോ. മൾട്ടി കളർ, ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെയും മാച്ചായിട്ട് പോണൊരു വളയാണ്. പിന്നെ ഇത് ആൻറ്റീക്ക് സെക്ഷനിൽ വരുന്ന വളയാണ്. സ്റ്റോണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് 2.2 സൈസാണ് കേട്ടോ. ആൻറ്റീക്കിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതേ നല്ല 2.2 സൈസിൽ വരുന്ന വളയുണ്ട്. ഇതും 2.2 ആണ് കേട്ടോ. സിംഗിൾ പീസിലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതും ഡിമ്പിൾ കുറേ കൊടുത്തിട്ടുണ്ട്. ഡിമ്പിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ആക്ച്വലി ആൻറ്റീക്ക് ഈ ബോക്സിൽ വന്ന് പെട്ടിരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഇതൊക്കെ ആൻറ്റീക്കാണ് കേട്ടോ. ഇതും വേറൊരു ആൻറ്റീക്കിൻ്റെ സെക്ഷനാണ്. ഇനി 2 ഇഴ, ഇനി 2 അങ്ങനെ. എന്ന് പറഞ്ഞത് ഈ സ്റ്റോണിൻ്റെ കാര്യമാണ് കേട്ടോ. 2 കട്ട പിന്നെ 1 കട്ട, അങ്ങനെ. ഞാനിത് സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി. ഇല്ലെങ്കിൽ ചിലർ ഈ വീഡിയോയിൽ നമ്മൾ എത്ര ഭംഗിയിൽ കാണിച്ചാലും വീണ്ടും അതിൻ്റെ ഫോട്ടോ ചോദിക്കുമ്പോൾ സത്യമായിട്ടും ഈ ബോക്സുകളൊക്കെ വീണ്ടും തുറക്കണം, എടുക്കണം. ചിലർ കയ്യിലിട്ട് കാണിക്കുമെന്ന് വരെയൊക്കെ ചോദിക്കും കേട്ടോ. ഇത് കോറലിലുള്ള ലക്ഷ്മി വളയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു വളയാണ് കേട്ടോ. സാരിയുടെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും ഈ ഒരു വള. ദേ, എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വരുന്നൊരു കോറലിൻ്റെ വളയാണ്. കോറൽ മാത്രം ഇടാൻ ഇഷ്ടമുള്ളവർ വിഷമിക്കേണ്ടത്, പ്ലെയിനായിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട് കോറൽ. നല്ലൊരു, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ചെടി കാണില്ല, വിഷക്കായ എന്ന് പറയത്തില്ല, ഇങ്ങനെ മുത്തായിട്ട് നിൽക്കുന്ന. കോട്ടയം സൈഡിലായിരിക്കും കൂടുതലുണ്ടാവുക. ആ സംഭവം പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നാറ് കേട്ടോ. കളറ് ചോദിക്കുന്നവരോട്, കോട്ടയംകാരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ, അതൊന്നും വേണ്ട, പേള് മതിയെങ്കിൽ ഇതേ കിടക്കണം, പേളിൻ്റെ വള. ഇതൊക്കെ എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ളൊരു വളയാണ് കേട്ടോ. ഇത് പേളിൻ്റെ വളയാണ്. അടുത്തതും ട്രഡീഷണൽ ആയിട്ടുള്ള വളയാണ് കേട്ടോ, ലക്ഷ്മി വളയാണ്. കണ്ടോ, നല്ല വീതിയിൽ. ഇതൊക്കെ എല്ലാ സൈസിലും കിട്ടുന്നൊരു വളയാണ്. പിന്നെ കുഞ്ഞി കൈയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യലി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ലക്ഷ്മി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ആരും എന്നെ ചീത്ത വിളിക്കല്ലേ. നമ്മുടെ കയ്യിൽ ഇത്രയും നാളും ഈ കോയിൻ കുറച്ച് വലുതായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കുഞ്ഞ് ലക്ഷ്മി കോയിൻ റൂബി വൈറ്റ് ആയിട്ടുള്ള വള വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ പീസ് റേറ്റ് ആണ് വരുന്നത്, ജോഡി ആയിരിക്കില്ല. ഇതൊക്കെ പീസ് റേറ്റിലാണ് വരിക. പിന്നെ ഇതും ഒരു സിംഗിൾ പീസായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ലതായിട്ടില്ലേ, ഗ്രീൻ കളറാണ്. ഇതും ഒരു തടവളയാണ് കേട്ടോ. ഇത് 3 വള ഒരുമിച്ച്, ആ പിരിയൻ വള ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ്. ഇതും കൂടെ കാണിച്ചിട്ട് നിർത്താണ്, എനിക്ക് കോള് വന്നു തുടങ്ങി. ഡോൺ ചേട്ടനെയും പിള്ളേരെ റൂമിൽ അടച്ചിട്ടിരിക്കുക ഞാൻ. കണ്ടോ, ഇതൊക്കെയാണ് 2.2 സൈസിൽ വരുന്ന വളകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതിൽ ഇഷ്ടമായി, അല്ലെങ്കിൽ വേറെ സൈസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സ്ക്രീൻഷോട്ട് അടക്കം അയക്കാം കേട്ടോ. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസി ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഡബിൾ വീഡിയോ ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ.